ശ്രീ സന്ധ്യമാരൻ, നിങ്ങൾ വോട്ടിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണോ? മാധു, പ്രിയപ്പെട്ട ശിവശങ്കർ പറഞ്ഞ പല കാര്യങ്ങളിലും അദ്ദേഹം ആശ്രയിച്ചത് രാകേഷ് സിൻഹയുടെ പുസ്തകമാണ്. ഈ രാകേഷ് സിൻഹ RSS ഐഡിയോളോഗാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. RSS തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഗുരുജി സമഗ്ര ദർശൻ ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അതേ പുസ്തകത്തിൽ ഗുരുജി സമഗ്ര ദർശൻ വോള്യം 4 പേജ് 40 പറയുന്നത്, we should remember that in our pledge we have talked of freedom of the country through defending religion and culture. മതത്തെയും സംസ്കാരത്തെയും ഡിഫെൻഡ് ചെയ്തുകൊണ്ടുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. ദർ ഈസ് നോ മെൻഷൻ ഓഫ് ഡിപ്പാർച്ചർ ഓഫ് ബ്രിട്ടീഷ് ഫ്രം ഹിയർ. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഗുരുജി പറഞ്ഞിട്ടുള്ളത്. അതായത് ദ്വിതീയ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞിട്ടുള്ളത്. 2 ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഡോക്ടർ ഹെഡ്ഗേവാർ തന്നെ അദ്ദേഹത്തോട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരാൾ അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടം തുടങ്ങുന്ന സമയത്ത് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം ഒരുക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണ് ഈ രാജ്യത്തിന്? RSSൻ്റെ രൂപീകരണമാണോ ആ സംഭാവന? അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ RSSൻ്റെ പങ്കെന്താണ്? ഡോക്ടർ ഹെഡ്ഗേവാറോ ഗുരുജി ഗോൾവൽക്കറോ അടക്കം ഈ 25 മുതൽ 47 വരെയുള്ള കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പോരാട്ടത്തിന് വേണ്ടി അണികളെ ആഹ്വാനം ചെയ്യുന്ന ഒരു വരിയെങ്കിലും കാണിച്ചു തരാൻ രാകേഷ് സിൻഹയുടെ പുസ്തകമാവട്ടെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരു വരി പോലുമില്ല. അന്നും ഓർഗനൈസർ ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ ഈ ക്രിസ്ത്യൻ സഭകളുടെ ഭൂമിയുടെ കണക്കൊക്കെ പറയുന്ന ഓർഗനൈസർ അന്നും ഉണ്ടായിരുന്നു. ആ ഓർഗനൈസറിലോ അങ്ങനെയെങ്കിൽ അന്നത്തെ ഏതെങ്കിലും ഒരു RSS പ്രസിദ്ധീകരണത്തിലോ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു വരി പോലും RSS പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവർ ഹിന്ദു ദേശീയതയ്ക്ക് വേണ്ടിയിട്ടാണ് അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നത്. ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി. കാരണം സ്വാതന്ത്ര്യ സമരം എന്തിനു വേണ്ടിയാണ് നടന്നത്? ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ദേശീയത എന്ന് പറയുമ്പോൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ട്. സിഖുകാരനും ജൈനും പാഴ്സിയും മതമുള്ളവനും മതമില്ലാത്തവനും ഉണ്ട്. അവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറയുന്ന ഗാന്ധിജിയുടെ മതനിരപേക്ഷ സങ്കല്പത്തിനെതിരായിട്ട് ഗാന്ധിജിയെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഗാന്ധിജിക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയായിരുന്നു. സമരം പോലും ചെയ്തിട്ടുണ്ട്. വാർദ്ധ ആശ്രമത്തിന് മുന്നിൽ പോയി ഗണവേഷത്തിൽ നിന്ന് ഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിന്റെ ആ വിഷ്വൽസ്, അന്നത്തെ ആ രംഗം ഗാന്ധി സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ വേണ്ടി പങ്കെടുക്കാൻ സാധിക്കുക? അത് ചിന്തനീയമേ അല്ല. അവരത് തകർക്കാൻ വേണ്ടി നടന്ന ആളുകളാണ് എന്നുള്ളത് സുവ്യക്തമായിട്ടുള്ള കാര്യമാണ്. 1. 2, ഈ RSSന്റെ ചിന്തയിൽ RSSന്റെ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് RSSനോട് വാസ്തവത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി നടന്ന കാര്യത്തിന് അവർക്ക് എതിർപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവശങ്കർജിക്കും ആ കാര്യം അറിയുന്നുണ്ടായിരിക്കും. എന്താണ് ഞാൻ ചോദിക്കട്ടെ? 10 വർഷക്കാലം ഇപ്പൊ ഏതൊക്കെയോ പഞ്ചായത്തിൽ റോഡ് പണിതു എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ചെയ്യുന്നു. 10 വർഷക്കാലം മോദി ഇന്ത്യ ഭരിച്ചു. നിരവധി സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നു. ഈ 10 വർഷക്കാലം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതിക്ക് എന്തേ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെയോ ഗോൾവൽക്കറിന്റെയോ പേരിടാത്തത്? ഏതെങ്കിലും ഒരു പദ്ധതിക്ക്, ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്, ഏതെങ്കിലും ഒരു റോഡിന്, ഏതെങ്കിലും ഒരു പാലത്തിന്, ഏതെങ്കിലും ഒരു ടണലിന് എന്തേ നിങ്ങൾ ആ പേരിടാഞ്ഞത്? ആ പേര് കൊള്ളില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ? അതല്ലെങ്കിൽ താത്വികമായി വല്ല പ്രശ്നമുള്ളത് കൊണ്ടാണോ? അത് പറയണം. ഒന്നുകിൽ താത്വികമായി RSSന് അങ്ങനെ പേര് ഉപയോഗിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറയണം. അതല്ലെങ്കിൽ ആ പേര് അങ്ങനെ ഇടാൻ കൊള്ളാവുന്ന പേരല്ല എന്ന് പറയണം. 2ൽ 1 ആയിരിക്കണമല്ലോ. അപ്പോ ഈ പേര് നരേന്ദ്രമോദി സർക്കാർ 10 വർഷത്തിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ നിലവിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. 2 പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു 100 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിനാണ് സംഘസ്ഥാപകന്റെ പേരിടാൻ യോഗ്യത, അല്ലെങ്കിൽ സംഘസ്ഥാപന ആ യോഗ്യതയേ ഉള്ളൂ എന്നാണ് പാലക്കാട്ടെ BJPക്കാരും RSSകാരും ചേർന്ന് തീരുമാനിച്ചതെങ്കിൽ അതിനെ പിന്താങ്ങേണ്ട ഗതികേടിലേക്ക് ശിവശങ്കർജിയെ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് എന്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ വരണമെങ്കിൽ ഇവിടെ അനുമതി വാങ്ങണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നോടാണോ? അതായത് നിങ്ങളുടെ MLAക്ക് അവിടെ വരണമെങ്കിൽ RSSന് അനുമതി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി. എന്റെ ജില്ലാ പ്രസിഡന്റോ? അല്ല, എന്റെ ജില്ലാ പ്രസിഡന്റോ? എന്റെ ജില്ലാ പ്രസിഡന്റ് അല്ലല്ല, നിങ്ങളുടെ MLAക്ക് അവിടെ വരണമെങ്കിൽ RSSന് അനുമതി വാങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു പ്രശാന്ത് ശിവൻ. മുൻ ജില്ലാ പ്രസിഡന്റ് മാധു,
4-5 മാസം മുമ്പ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും ഒറ്റക്കെട്ടായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 18,800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച പാലക്കാടിന്റെ എംഎൽഎക്ക് പാലക്കാട് കാലുകുത്തണമെങ്കിൽ BJP ആഫീസിലെ പെർമിഷൻ വേണമെന്നൊക്കെ ഏതെങ്കിലും ഒരുത്തൻ ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചൊരു തകര പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും അതിന് പുല്ലുവില മാത്രമേ കൊടുക്കൂ, അതിന് പുല്ലുവിലയെ കൊടുക്കൂ. ഈ പാൽ സൊസൈറ്റി നേതാവിന്റെ അനുയായിയാണല്ലോ, പെട്ടി തൂക്കിയാണല്ലോ എന്നുള്ളത് പറഞ്ഞത്. പാലക്കാട് പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും BJPക്ക് മുന്നോട്ട് വെക്കാനുള്ള ഏക സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ പെട്ടി തൂക്കിയായി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന വേന്ദ്രനാണല്ലോ അത് പറഞ്ഞത്. ഞങ്ങൾ അതിന് പുല്ലിന്റെ വില മാത്രമേ കൊടുക്കുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സധൈര്യം പ്രവർത്തിക്കും. ജനങ്ങളുടെ വോട്ട് വാങ്ങി ജനപ്രതിനിധിയായ വ്യക്തിയെ വെല്ലുവിളിക്കാൻ ഇവരാരാണ്? എന്ത് ജനാധിപത്യ മര്യാദയോടെ കേസിലെ പ്രതിയായ BJP ജില്ലാ പ്രസിഡന്റിന് ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു ഗുണ്ടയെ കൊല ചെയ്ത കേസിൽ കൊലപാതക കേസിൽ പ്രതിയായ ഒരുപക്ഷെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി 302 കേസിൽ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയെ ജില്ലാ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് BJP ആണ്. കൊലപാതക കേസിൽ നിലവിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ജില്ലാ പ്രസിഡന്റ് ആക്കി. ആ വ്യക്തിയുടെ കൊലവിളിയാണ് നിങ്ങൾ കണ്ടത്. ആരാ കേസ് എടുക്കേണ്ടത്? ഒരു MLA കേസ്